ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ ഒഴിയുന്നു. മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുക്കും. നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മത്സരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് JDU അറിയിച്ചു. ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയായേക്കും. നിതീഷിന്റെ മകൻ നിഷാന്ത് ഉപമുഖ്യമന്ത്രിയാകും. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, വളരെ പ്രധാനപ്പെട്ട ഭരണമാറ്റം ഉണ്ടാകുന്നു ബീഹാറിൽ. നിതീഷ് കുമാർ നീണ്ട 25 വർഷത്തോളം അവിടെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു. അദ്ദേഹം രാജ്യസഭാ സീറ്റിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് JDUം ഒപ്പം നിതീഷ് കുമാറും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? പകരം ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്? ബീഹാറിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങാൻ പോകുന്നുവെന്ന വിവരങ്ങളാണ് ബീഹാറിൽ നിന്ന് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി പദം BJPക്ക് കൈമാറിക്കൊണ്ട് രാജ്യസഭയിലേക്ക് നിതീഷ് കുമാർ എത്തുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. BJP മുഖ്യമന്ത്രിക്ക് കീഴിൽ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്ന ഒരു അധികാര കൈമാറ്റമാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കാനായി പോകുന്നത്. നാളെയാണ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. 5 ഒഴിവുകളാണ് ബീഹാറിലുള്ളത്. അതിലൊന്നിലേക്ക് നിതീഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ഭരണമാറ്റം ബീഹാറിൽ ഉണ്ടാകുന്നതെന്നാണ് JDU വൃത്തങ്ങളിൽ നിന്നിപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. രാജ്യസഭയിലേക്കുള്ള ഒഴിവുകളിൽ ഈ നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ പത്രിക തയ്യാറാക്കി വെച്ചുകൊണ്ട് നാളെ 11 മണിയോടുകൂടി ഈ പത്രിക നൽകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നിതീഷിന്റെ രാജ്യസഭ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം നാളെ തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നാളെ 11 മണിയോടുകൂടി ഈ പത്രിക സമർപ്പിക്കുമെന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു സ്ഥിരീകരണം വന്നിരുന്നില്ല. ഇപ്പോൾ നിതീഷ് കുമാർ ഒഴിഞ്ഞുകൊണ്ട് നിലവിലെ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരിയെ ബീഹാറിൽ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ BJP ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ നിതീഷ് കുമാറിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയാണ് BJPയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും BJPയുടെ വലിയൊരു ഓപ്പറേഷൻ കൂടി ഇതിനകത്തുണ്ടാകും എന്ന് കരുതേണ്ടി വരില്ലേ തൗഫീഖ്? പ്രത്യേകിച്ചും ഇപ്പോൾ നിതീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒഴിയുന്നുണ്ടെങ്കിൽ തന്നെ വേണമെങ്കിൽ JDUവിൽ നിന്ന് പുതിയൊരാൾ മുഖ്യമന്ത്രിയാകാമല്ലോ. ഇതിന് പകരം BJP മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഉപമുഖ്യമന്ത്രിയാകുന്നു. ഇനി ഇങ്ങനെ ഒരു സംഗതിയിൽ സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിതീഷ് കുമാറിന് എന്ത് കിട്ടുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ രാജ്യസഭാ സീറ്റിൽ MP ആയതിനു ശേഷം അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവി എന്തെങ്കിലും വാഗ്ദാനം ചെയ്തു കാണുമോ? അങ്ങനെ ഈ ഒരു ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ ഇപ്പോൾ? അതിനുള്ള ഒരു സാധ്യതയുണ്ട്. രാജ്യസഭയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള ഒരു ഏതെങ്കിലും തീരുമാനം BJPയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരുപക്ഷെ ഉണ്ടായേക്കാം. നിലവിൽ അത്തരമൊരു കേന്ദ്ര മന്ത്രി പദവി നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വരുന്നില്ല. പകരം രാജ്യസഭയിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു എന്നുള്ള വിവരം മാത്രമാണുള്ളത്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രി പദവി നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിതീഷ് കുമാർ മാറുകയും മകനെ അത്തരമൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടികളിലേക്ക് നിതീഷ് കുമാർ എത്തില്ലെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു മാറ്റം ബീഹാറിൽ ഉണ്ടാവുകയാണ്. BJP തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP നടത്തിയത്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദവിയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തിക്കാട്ടിയായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പിലുടനീളം BJP ക്യാമ്പയിൻ നടത്തിയത്. അതുകൊണ്ട് ആ സമയത്ത് നിതീഷ് കുമാറിനെ മാറ്റാനായിട്ട് BJPക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയും മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിനെ തന്നെ ഏൽപ്പിക്കുകയും ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു മാറ്റം മുന്നോട്ട് വെക്കുന്നത്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിതീഷ് കുമാറിനെ അലട്ടുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനത്തിലും ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് മകനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും നിലവിലത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സമ്രാട് ചൗധരിയെ
മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് BJPയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു നേതൃമാറ്റം ബീഹാറിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും നടക്കാത്ത അല്ലെങ്കിൽ വലിയ വാർത്ത തന്നെയാണ് നിശ്ചയമായും. ബീഹാറിന്റെ തലപ്പത്ത് 1/4 നൂറ്റാണ്ടോളം നീണ്ട നിതീഷ് കുമാർ യുഗത്തിന് തിരശ്ശീല വീഴുകയാണോ എന്ന പരമപ്രധാനമായ ചോദ്യം കൂടി വരുന്ന ഘട്ടമാണ്. എന്തായാലും നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം ഒഴിയുന്നു എന്നുള്ളതാണ് ഈ സമയം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുള്ള വാർത്ത.